മാത്രമേ പറയാനുള്ളൂ. നിങ്ങൾ തോന്നുന്ന മാതിരി പറയണതിന് ഉത്തരം പറയാൻ എന്റെ ജോലിയല്ല. പ്രത്യേകിച്ച് 24 പറയാണ്, നീ ഒന്ന് ചോദിക്കുന്ന പോലെ ഉത്തരം പറയുന്ന ജോലിയല്ല എന്റെ. ഞാൻ പറയും അല്ല, നോക്ക്, ഈ പറയുമ്പോ നീ ഒരു കാര്യം അറിയും. നീ ചോദിക്കുമ്പോ ഈ ചോദ്യത്തിന് ഞാൻ തുടക്കത്തിലെ ഉത്തരം പറഞ്ഞതാണ്. വീണ്ടും ഇതേ കാര്യം തന്നെ റിവേഴ്സ് ചെയ്ത് ചോദിക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? നിങ്ങൾ എന്തെങ്കിലും കണ്ടെത്താൻ ശ്രമിക്കുന്നതല്ലേ? നിങ്ങൾ കണ്ടെത്താൻ മറ്റുള്ള സാധനം ഒന്നും ഇതിലില്ല. ഒരു കരാറും ഇല്ലാതെയാണ് സ്റ്റേഡിയം നവീകരണം. നേരത്തെ പറഞ്ഞത് ഉണ്ടാക്കി ചോദിച്ചു എന്നുള്ളതാണ്. ഈ അടുത്ത വിൻഡോയിലാണ് കേരളത്തിൽ കളിക്കുക എന്ന് പറഞ്ഞ ഞാനല്ല, സ്പോൺസറാണ്. ആ ചോദ്യം ചോദിക്കാൻ ചെയ്തിരിക്കുന്നത്. തനിക്ക് എന്തെങ്കിലും സംശയമുണ്ട്? മിസ്റ്ററെ, ഈ സ്റ്റേഡിയം നവീകരണവുമായി ബന്ധപ്പെട്ട് മിനിസ്റ്ററെ സ്റ്റേഡിയം നവീകരണവുമായി ബന്ധപ്പെട്ട് കരാറില്ലാതെയാണ് ഇപ്പോൾ ഞാനതല്ല, ഞാൻ സത്യസന്ധമായി നീതിപൂർവമായി പറഞ്ഞെന്താ, ആ സ്പോൺസർ പറഞ്ഞെന്താ, നവംബറിൽ നടത്താൻ ഞങ്ങൾ ശ്രമിക്കുന്നു. ഫിഫയുടെ അപ്രൂവലുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നമുണ്ട്. അത് ലഭിച്ചാൽ നവംബറിൽ കളിക്കും, ഇല്ലെങ്കിൽ അടുത്ത വിൻഡോയിലേക്ക് പോവും എന്നയാൾ പറഞ്ഞാൽ അതിലെന്താ തെറ്റുള്ളു? അതിനല്ലേ പറയുന്നത്. പിന്നെ ഇയാൾ ഉണ്ടാക്കി പറഞ്ഞെന്ന് പറഞ്ഞിട്ടുള്ളൂ, നിങ്ങൾ ഉണ്ടാക്കി പറഞ്ഞെന്നാണോ ഞാൻ പറഞ്ഞത്? അപ്പൊ ഇതാണ് അല്ല, ഇത് സത്യസന്ധമായ കാര്യമാണ്. അത് വളരെ വ്യക്തമല്ലേ? ഇനിയിപ്പോ ഇത് പ്രക്ഷേപണം ചെയ്യുമ്പോൾ എന്റെ സൗകര്യത്തിന് എന്താ വെച്ചാൽ കൊടുത്തു, അത് മാത്രമേ പറയാനുള്ളൂ. നിങ്ങൾ തോന്നുന്ന മാതിരി പറയണതിന് ഉത്തരം പറയാൻ എന്റെ ജോലിയല്ല. പ്രത്യേകിച്ച് 24 പറയാണ്, നീ ഒന്ന് ചോദിക്കുന്ന പോലെ ഉത്തരം പറയുന്ന ജോലിയല്ല എന്റെ. ഞാൻ പറയും അല്ല, നോക്ക്, ഈ പറയുമ്പോ നീ ഒരു കാര്യം അറിയും. നീ ചോദിക്കുമ്പോ ഈ ചോദ്യത്തിന് ഞാൻ തുടക്കത്തിലെ ഉത്തരം പറഞ്ഞതാണ്. വീണ്ടും ഇതേ കാര്യം തന്നെ റിവേഴ്സ് ചെയ്ത് ചോദിക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? നിങ്ങൾ എന്തെങ്കിലും കണ്ടെത്താൻ ശ്രമിക്കുന്നതല്ലേ? നിങ്ങൾ കണ്ടെത്താൻ മറ്റുള്ള സാധനം ഒന്നും ഇതിലില്ല. ഈ സ്റ്റേഡിയത്തിന്റെ അപ്രൂവൽ അവർ വന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ നടക്കും. സ്റ്റേഡിയത്തിന്റെ നവീകരണം ഇപ്പൊ നടക്കുന്നുണ്ടല്ലോ, അത് ഈ കരാറൊന്നും ഇല്ലാതെ നേരിട്ട് സ്പോൺസർ നടത്തുകയാണ്. നോക്കൂ, അയാൾ ഇത്രയും പൈസ ചെലവാക്കിയിട്ട് അവിടെ കാര്യങ്ങൾ നടത്തുന്നുണ്ട്. അത് കഴിയട്ടെ, എന്നിട്ട് അതേക്കുറിച്ച് പറയാം. നമ്മൾ ശ്രമിക്കുന്നത് നവംബറിൽ ഇത് നടത്താനാണ്. നമ്മൾ ആത്മാർത്ഥമായി ശ്രമിക്കുന്നത്. പൂർണ്ണമായി അടഞ്ഞിട്ടില്ല. ഇല്ല. അപ്പൊ ഇതിന്റെ ഒരു അപ്രൂവൽ വരട്ടെ, അതുവരെ നമുക്ക് അത്. ഇപ്പോ അർജന്റീന ഈ ഒരു വിൻഡോ കൊടുത്തിട്ടില്ല. അവരിപ്പോഴും പറഞ്ഞെന്താ, ഞങ്ങൾ ചിലപ്പോൾ ഒരു പരിശീലനത്തിനായി പോകേണ്ടി വരും ഈ വിൻഡോയുടെ സമയത്ത് എന്നല്ല അവർ പറഞ്ഞിട്ടുള്ളൂ. മറ്റൊരു രാജ്യത്ത് അവർ കളിക്കുമെന്ന് പറഞ്ഞു. അങ്കോളയിൽ ഒരു കളിയും കേരളത്തിലൊരു കളിയുമാണല്ലോ. അപ്പൊ അതിൽ നോക്കൂ, അതെന്നെ പറയുന്നത്. അതിലവർ പറയുന്നതെന്താ, കേരളത്തിൽ ആ കളിക്ക് പകരം കേരളത്തിൽ ഈ ഫിഫ അപ്രൂവൽ ആയില്ലെങ്കിൽ അവർ സ്പെയിനുമായുള്ള ഒരു പരിശീലനത്തിന് പോവും അവിടെ എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. അതിൻ്റെ അർത്ഥം ആ കളി തടസ്സപ്പെട്ടു എന്നല്ല. ഇത് നമ്മൾ അപ്രൂവൽ വരികയാണെങ്കിൽ അവർ തിരിച്ചു വരും.